നമ്മുടെ ലൂസിഫർ മൂവി കണ്ടിട്ട് ചിരഞ്ജീവി സാർ പറഞ്ഞു ഇതെത്ര വരാ കുറച്ചുകൂടി സെറ്റ് ആകാനുണ്ട് എന്ന് പറഞ്ഞ പടത്തേച്ച സാധനമാണ് ഗോഡ് ഫാദർ. അപ്പൊ ഗോഡ് ഫാദർ തുടങ്ങുന്ന തന്നെ ലൂസിഫറിന്റെ എൻഡിങ് കാണിച്ചിട്ടാണ്. അതായത് സിനിമയുടെ ഏറ്റവും ഹൈപ്പായിട്ടുള്ള പോയിന്റ് യുവന്മാർ ആദ്യമേ കാണിച്ചു. അപ്പൊ അവിടെ കട്ട് ചെയ്താ അടുത്ത സീൻ തന്നെ പീക്കേന്റെ ബോഡിയും കൊണ്ട് വരുന്നതാണ്. ഈ പെട്ടിയും പിടിച്ചുകൊണ്ട് വരുന്നതാണ് ഇതിലെ ബോബി. അതെ, പുള്ളി ആദ്യം തന്നെ അങ്ങ് കാണിച്ചു. ഇവിടെ മഞ്ജു വാര്യർക്ക് അവർ അഭിനയിക്കുന്നത് നയൻതാരയാണ്. ഇവിടെ നയൻതാരയ്ക്ക് മോളൊന്നുമില്ല, അപ്പൊ അവരൊരു അനിയത്തൊക്കെ എടുത്തു. അതുകൊണ്ട് തന്നെ ടോനോടെ ക്യാരക്ടർ ഈ മൂവിലില്ല. അപ്പൊ നമ്മുടെ പീക്കാണ് അവർ ആരാ അവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ബോബി തന്നെ. ഇതല്ല ഇതാണ് മുതൽ. ഈ സിനിമ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും സിനിമ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്റ്റീഫന്റെ എൻട്രി ആണ്. ഇവിടെ പുള്ളിക്ക് എന്തോ ബ്രഹ്മ എന്നൊക്കെയാണ് പേര് കൊടുത്തേക്കുന്നത്. പുള്ളി ഒരു മരണത്തിനൊക്കെ പോവാണ് കണ്ണാടിയൊക്കെ വെച്ചിട്ടേ. ഇവിടെ പിന്നെ സാനിയപ്പന്റെ ക്യാരക്ടർ ഇല്ലെന്നൊന്നും വിചാരിക്കണ്ട. ഇവിടുത്തെ നയൻതാരയുടെ അനിയത്തി ഉണ്ടല്ലോ, പുള്ളിക്കാരിയാണത്. അപ്പൊ ഒരു സൈഡിൽ കൂടെ ബോബിയുടെ ഡീലിംഗ് പോകുന്ന സമയത്ത് ബ്രഹ്മ വന്നിട്ട് പറയും അപ്പൊ ഇവിടെ കട്ട് ചെയ്താ നമ്മുടെ ലാലേട്ടൻ എടുത്ത് വെച്ചാൽ ഫോറസ്റ്റിലെ ഐക്കോണിക് സീൻ ഇവിടെ നിന്ന് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ട്. ഇത്ര നടന്നു വന്നുകൊണ്ട് തന്നെ പുള്ളി ആദ്യം ഒരു കസാരി ഇട്ട് അവിടെ കുറച്ച് നേരം ഇരിക്കും. അതുപോലെ നോക്കുമ്പോൾ അവിടെ ഉള്ള ഒരുത്തന്നെ മണ്ടക്കി കയറിയിരിക്കും. ഇത്രയും പ്രായമുള്ള മനുഷ്യനല്ലേ, മുട്ടുവേദനയൊക്കെ കാണും. പുള്ളിക്കല്ല പണിയൊന്നുമില്ല, ഇവന്മാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു ചത്തോളൂ. ഇവിടെ നയൻതാരയുടെ ക്യാരക്ടറിന് ബ്രഹ്മയോട് ഇത്ര ദേഷ്യം വരാനുള്ള കാരണം ഒരു ദിവസം നയൻതാരയുടെ അമ്മ ബ്രഹ്മ അടിക്കുന്നതിന്റെ ഇടയ്ക്ക് പീക്കർ ഒരു സ്കില്ലിട്ടതാണ്. അമ്മ ഡെഡ്. നമ്മുടെ ലൂസിഫർ മൂവിയിലെ വേറൊരു ഐക്കോണിക് സീനാണ് ഇത്. ഇത് ഇവന്മാരെ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുള്ളിക്ക് കാലൊന്നും പൊക്കാൻ വയ്യ, അതുകൊണ്ട് പോലീസുകാരനെ കിടത്തിയിട്ടൊക്കെയാണ് ചവിട്ടുന്നത്. അത് കഴിഞ്ഞ് ജയിലിൽ കിടക്കുന്ന ബ്രഹ്മയ്ക്ക് ഒരു കോള് വരും നമ്മുടെ സല്ലൂബായിയുടെ. ഇവിടെ രാജുവേട്ടന്റെ ക്യാരക്ടർ അഭിനയിക്കുന്ന സല്ലൂബായിയാണ്. ഇവിടെ നമ്മുടെ രാജുവേട്ടനും പിള്ളേരും ബോംബ് വെച്ച് പൊട്ടിക്കുന്ന സീനൊക്കെ അവിടെ സല്ലൂബായി ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ആ സീനെ കുറിച്ച് അധികം ഒന്നും പറയാതിരിക്കുന്നതാണ് ഭേദം. ഇവിടെ പീക്കാർ മരിച്ചതല്ല, നമ്മുടെ ബോബി കൊന്നതാണ്. ഇതറിഞ്ഞ് നയൻതാര നമ്മുടെ ബ്രഹ്മയെ വിളിക്കും. പിന്നെ കുറച്ചു നേരം പാസമാണ്, നട്ടുച്ചയ്ക്ക് വെയിലത്ത് നിന്നിട്ടൊക്കെ. അത് കഴിഞ്ഞിട്ട് ബ്രഹ്മ വന്നത് മറ്റേ പോലീസുകാരന്റെ അടുത്തോട്ടാണ്. പുള്ളിയുടെ ഫോണ് VFX വെച്ച് പൊളിക്കുക. 100 കോടിക്ക് മേലെയാണ് സിനിമയുടെ ബഡ്ജറ്റ്. ഒരു ഫോണങ്ങ് വെച്ചാൽ പോരെ. നമ്മുടെ ലൂസിഫറിലെ റഫ്താറ സോങ് പോലെ ഇവിടെ ഉണ്ടായിരുന്നു. സംഭവം ലൂസിഫറിന്റെ അവസാനം പോലെ തന്നെ ബ്രഹ്മ എത്തുന്നു, സല്ലൂബായി എത്തുന്നു. പക്ഷേ മറ്റേ ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ടല്ലോ, അത് ഇവിടെ ആപ്ലിക്കബിൾ ആണ്. ഇവിടുത്തെ പ്രശ്നം ഈ സോങ്ങിന്റെ ലിറിക്സ് ആണ്. അല്ല, അത് പിന്നെ പോട്ടെന്ന് വയ്ക്കാം. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഇവിടെ സല്ലുബായി ചിരിച്ചോണ്ട് വരുന്നൊക്കെയാണ് കോമഡി. ഇവിടെ ബ്രഹ്മയുടെ വണ്ടിക്ക് വെടികൊള്ളുന്നുണ്ട്, നമ്മുടെ സല്ലുബായി ഹൾക്കായി മാറുന്നുണ്ട്. അല്ല, അവിടെ നിൽക്കുന്നവന്മാരെ ഏതെങ്കിലും ഒരുത്തൻ ആ ബുള്ളറ്റ് ഒന്ന് കറക്റ്റ് ഒന്ന് പൊള്ളിച്ചായിരുന്നെങ്കിൽ. അത് കഴിഞ്ഞ് കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് ബ്രഹ്മയും സല്ലുബായും കൂടി. അത് കഴിഞ്ഞിട്ട് ഇവര് രണ്ടും കൂടി ജീപ്പ് വെച്ച ഒരു പരാക്രമമുണ്ട്. 360 കടന്നു വയ്ക്കും. അതിന്റെ ഡ്രൈവറൊന്നും വേണമെന്നില്ല. കോമഡി പക്ഷെ ഇതൊന്നും അല്ല. ആ ജീപ്പിന്റെ ചുറ്റിന് നിൽക്കുന്നത് തോക്കും പിടിച്ചോണ്ടോ ഏതെങ്കിലും ഒരുത്തന്റെ ബുള്ളറ്റും ഉണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ ബോബി സാഹിബിനോട് പറയും പക്ഷെ നമ്മുടെ സാഹിബ് ബ്രഹ്മയുടെ കയ്യിൽ ഒരു ഉമ്മ കൊടുത്തിട്ടൊക്കെ പറയും. പക്ഷെ ബോബിക്ക് ചാവൻ ഇവിടെ ബ്രഹ്മ തോക്കൊന്നും കൊടുക്കത്തില്ല, ഇൻഹേലറാണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് കഴിയുമ്പോൾ മറ്റേ റഷ്യയിലെ സീനൊക്കെ കാണിക്കുന്നു. പക്ഷെ അതൊന്നുമല്ല, അതിന്റെ മേലാണ്. മുട്ടുപോയതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രഹ്മ എന്തെല്ലോ കാണിക്കുന്നുണ്ട്. ഇതും കണ്ടോണ്ട് ഇന്ന് സല്ലൂബായുടെ പരാക്രമം വേറെ. ഇവര് രണ്ടുപേരും ക്ഷീണിച്ചപ്പം പ്രഭുദേവയെ വിളിച്ചു. പക്ഷെ അവരവിടെ വന്ന സോങ്ങിനല്ലായിരുന്നു. കണ്ടില്ലേ നമ്മുടെ സല്ലൂബായി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ M249 പിടിച്ചോണ്ടിരിക്കുന്നേ. അപ്പൊ അവിടുത്തെ ആ ഒരു വെടിവെപ്പ് കൂടി കഴിഞ്ഞിട്ട് സിനിമ തീർന്നു. അപ്പൊ ഓക്കെ, ബൈ.